എല്ലാവർക്കും സ്റ്റഡി വെൽ വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റസ്കിൻ ബോണ്ട് എഴുതിയ കോപ്പർഫീൽഡ് ഇൻ ദ ജംഗിൾ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. റസ്കിൻ ബോണ്ട് ബ്രിട്ടീഷ് വംശജനായ ഇന്ത്യൻ നോവലിസ്റ്റും എഴുത്തുകാരനുമാണ് ഇദ്ദേഹം. 1934 മെയ് 19 ഹിമാചൽ പ്രദേശിൽ സോളൻ ജില്ലയിലെ കസൗലിയിൽ ജനനം. വളർന്നത് ജാംനഗർ, ഡെറാഡൂൺ, ന്യൂഡൽഹി, ഷിംല എന്നിവിടങ്ങളിലാണ്. യൗവനകാലത്ത് 4 വർഷത്തോളം ദ്വീപുകളിലും ലണ്ടനിലുമായി പല ജോലിയും നോക്കി. ആദ്യത്തെ നോവൽ ദ റൂം ഓൺ ദി റൂഫ് അദ്ദേഹം 17-ാം വയസ്സിലാണ് എഴുതിയത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ബാലസാഹിത്യ രചയിതാക്കളിൽ ശ്രദ്ധേയനായ റസ്കിൻ ബോണ്ട് ഏകദേശം 500ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. 1992 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദെഹ്റ എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിച്ചു. ഭാരതീയ സംസ്കാരവും ഗ്രാമീണ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാലസാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1999 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 2012 ഡൽഹി സർക്കാരിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. കോപ്പർഫീൽഡ് ഇൻ ദ ജംഗിൾ എന്ന സ്റ്റോറിയിൽ മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ക്യാരക്ടേഴ്സാണ്. ആദ്യത്തെ ക്യാരക്ടർ നമ്മുടെ എഴുത്തുകാരൻ തന്നെയാണ്, റസ്കിൻ ബോണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അങ്കിള് വരുന്നുണ്ട്, ഹെൻറിയാണ് അങ്കിള്. പിന്നെ ഗ്രാൻഡ്പ, പിന്നെ ഹണ്ടേഴ്സ്. ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് ഹെൻറിയുടെ ഫ്രണ്ട്സാണ്. റസ്കിൻ ബോണ്ടിൻ്റെ അങ്കിളിൻ്റെ ഫ്രണ്ട്സാണ് ഹണ്ടേഴ്സ്. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി നോക്കാം. ഈ കഥ നടക്കുന്നത് സിവാലിക്സയിലെ തേരായി ഫോറസ്റ്റിലാണ്. റസ്കിന് 12 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ അങ്കിളും ഫ്രണ്ട്സും കൂടിയിട്ട് റസ്കിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അവരെന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നതെന്ന് വെച്ചാലും തേരായി ഫോറസ്റ്റിൽ പോയിട്ട് മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. റസ്കിനും ഗ്രാൻഡ്പയ്ക്കും വിനോദത്തിന് മാത്രമായി മൃഗങ്ങളെ ഇങ്ങനെ വേട്ടയാടി കൊല്ലുന്നതിനോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവരതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാപമെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അങ്കിൾ ഹെൻറിയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും മൃഗങ്ങളെ വേട്ടയാടാൻ തന്നെ തീരുമാനിച്ചു. ഇവർ ഹണ്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് റസ്കിനെയും ഗ്രാൻഡ്പയെയും അവരുടെ കൂടെ കൂട്ടുന്നുണ്ട്. ഒരു വീക്ക് വരെ അവിടെ നിന്ന് ഹണ്ട് ചെയ്യാനാണ് അങ്കിളിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും പ്ലാൻ. തേരായി ഫോറസ്റ്റ് വലിയൊരു ഫോറസ്റ്റാണ്, വിജനമായ ഒരു ഫോറസ്റ്റാണത്. ആ ഫോറസ്റ്റിനുള്ളിൽ വലിയൊരു ബംഗ്ലാവ് ഉണ്ട്, ആരും താമസിക്കാത്ത വലിയൊരു ബംഗ്ലാവ് ഉണ്ട്. ഇവർ മൃഗങ്ങളെ വേട്ടയാടി ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഈ ബംഗ്ലാവിലാണ് റെസ്റ്റ് എടുക്കാനൊക്കെ വരുന്നത്. ഫസ്റ്റ് ഡേ റസ്കിന് മൃഗങ്ങളെ വേട്ടയാടുന്നതിനോട് മുഷിപ്പ് തോന്നി. ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് റസ്കിന് തോന്നിയത്. അങ്ങനെ സെക്കൻഡ് ഡേ റസ്കിൻ ഹണ്ടിങ്ങിന് പോയില്ല. ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് അവന് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അവൻ സെക്കൻഡ് ഡേ പോയില്ല. റെസ്റ്റ് എടുക്കുന്ന ബംഗ്ലാവ് മുഴുവനും കറങ്ങി നടക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ബംഗ്ലാവിനുള്ളിലൊക്കെ നടക്കുന്ന സമയത്ത് ആ ബംഗ്ലാവിൻ്റെ പുറകുവശത്തുള്ള വരാന്തയുടെ മൂലയിലായിട്ടൊരു ഷെൽഫുണ്ട്. അപ്പോൾ ആ ഷെൽഫിലേക്ക് അവൻ പെട്ടെന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പെട്ടെന്ന് അവൻ്റെ കണ്ണിലുടക്കി ആ ഷെൽഫ് അവിടെ ഇരിക്കുന്നത്. ഷെൽഫിനുള്ളിൽ ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് ബുക്കുകൾ അവന് കണ്ടു. ബുക്കിലൊക്കെ ആകെ പൊടി പിടിച്ച് നാശമായിട്ടാണ് ഇരിക്കുന്നത്. കാടിനുള്ളിലെ അനാഥമായ ബംഗ്ലാവിൽ ആരാണ് ബുക്സൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത് എന്നവൻ ആലോചിച്ചു. ചിലപ്പോൾ ഫോറസ്റ്റ് ഓഫീസറിൻ്റേതാവാം എന്നവൻ ചിന്തിച്ചു, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആവാം. നമുക്കറിയില്ലല്ലോ ആരാണ് ഇതിന് മുന്നേ അവിടെ വന്ന് നിന്നിട്ടുള്ളതെന്നൊന്നും അറിയില്ല. അങ്ങനെ ആരുടേതെങ്കിലും ആവാം എന്നവൻ ചിന്തിച്ചു. ആ ടൈമിൽ റസ്കിന് റീഡിങ് ഹാബിറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വിജനമായ കാട്ടിൽ അവനൊന്നും തന്നെ ചെയ്യാനില്ല. ഒരു ഹണ്ടിങ്ങിന് പോകാൻ അവന് ഇൻട്രസ്റ്റ് ഇല്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, ആ ബുക്ക് എടുത്ത് വായിക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ PG വണ്ടർഹൗസിൻ്റെ ലവ് എമംഗ് ദ ചിക്കൻസും മിസ്റ്റർ ജെയിംസിൻ്റെ ഗോ സ്റ്റോറീസ് ഓഫ് ആൻ ആൻറ്റിക്വറി എന്ന ബുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡേവിഡ് കോപ്പർഫീൽഡ് ആ ബുക്കും ഉണ്ടായിരുന്നു.
അങ്ങനെ റസ്കിൻ ഒരു ബുക്ക് വായിച്ച് തീർന്നപ്പോഴേക്കും വേട്ടയാടാൻ പോയ അങ്കിളും ഫ്രണ്ട്സും ഗ്രാൻഡ്പയും കൂടി ബംഗ്ലാവിലേക്ക് തിരിച്ചു വരുന്നു. അവർ ഹണ്ടിങ്ങിന് പോയിട്ട് അവർക്ക് മൃഗങ്ങളെ ഒന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം അവർക്ക് കിട്ടിയത് താറാവിനെയും കോഴിയൊക്കെയാണ്, കാട്ടുകോഴീനെയും താറാവിനെയൊക്കെയാണ് കിട്ടിയത്. പക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ട് പോയതെന്താണ്, വലിയ വലിയ ജീവികളെ കിട്ടും, കാട്ടുപന്നിയെയും കടുവയെയും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പോയത്. പക്ഷെ ഇവർക്ക് കിട്ടിയത് എന്താണ്, കാട്ടുകോഴിയും താറാവും ഒക്കെയാണ് കിട്ടിയത്. ചെറിയ ചെറിയ പക്ഷികളെയൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ മറ്റൊരു ദിവസം എന്താണ്, റസ്കിൻ 2 ബുക്കുകളാണ് വായിച്ചു തീർത്തത്. ശേഷം റസ്കിൻ ചാൾസ് ഡിക്കൻസിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡ് വായിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഒരു മാനിൻ്റെ കരച്ചിൽ അദ്ദേഹം കേട്ടു. അവിടെയുള്ള ബുഷസിൻ്റെ ഇടയിലൂടെ ഒരു ലെപ്പേർഡ് ഒരു നായയെ കടിച്ചു പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. ഹെൻറിക്കും കൂട്ടുകാരും ഒരാഴ്ച ഹണ്ടിങ്ങിന് പോയിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ റസ്കിൻ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ ബുക്ക് വായിച്ച് തീർന്നിട്ടില്ലായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ആ ബുക്ക് എന്തായി കഴിഞ്ഞാലും അവിടെ ഇരുന്ന് പൊടി പിടിച്ച് നാശമായി പോവത്തേ ഉള്ളൂ. അതുകൊണ്ട് റസ്കിൻ ആ ബുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതോടെയാണ് ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നത്. ഇതിൻ്റെ തീം നോക്കുകയാണെങ്കിൽ ലവ് ഫോർ നേച്ചർ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ആനിമൽസ്, റീഡിംഗ് ഹാബിറ്റ്സ്, ഇവയൊക്കെയാണ്.